നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പ്ലെയർ ആരാണ്? വ്യത്യസ്തമായ ഉത്തരങ്ങൾ പറയാനുണ്ടാവും. പക്ഷേ ലിയോ മെസ്സിയാണ് എന്ന് ആഴ്സൺ വെങ്കർ പറയുന്നു. ശരിയാണ്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ഒലീസെ മെസ്സിയേക്കാൾ നന്നായി കളിക്കുന്നുണ്ടാവും. പക്ഷേ ഒലീസെ ഇല്ലെങ്കിലും ബയേൺ ഒരു പക്ഷേ ക്വാളിഫൈ ചെയ്തേക്കും പ്രീ ക്വാർട്ടറിലേക്ക്. പക്ഷേ മെസ്സി ഇല്ലെങ്കിൽ ഒരിക്കലും ഇന്റർ മയാമിക്ക് പ്രീ ക്വാർട്ടറിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ മെസ്സി തന്നെയാണ് ഈ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പ്ലെയർ എന്ന് പറയുന്നു ആൾസൺ വെങ്കർ. വെങ്കറുടെ വാക്കുകളിലേക്ക് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ലയണൽ മെസ്സി ഈസ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പ്ലെയർ ഇൻ ദിസ് ക്ലബ്ബ് വേൾഡ് കപ്പ് ടൂർണമെന്റ്. വിതൗട്ട് ഹിം, അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ മയാമി ഒരിക്കലും റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ചെയ്യുമായിരുന്നില്ല. ശരിയാണ്, ഒലീസി നന്നായി കളിക്കുന്നു. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് അവിടെയുണ്ട്. ഒലീസയ്ക്ക് ഒരു പക്ഷേ ബെസ്റ്റ് സ്റ്റാറ്റ്സ് ഉണ്ടാവും ഈ ടൂർണമെന്റിൽ. അതുപോലെ തന്നെ ചില മികച്ച മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ടാവും. പക്ഷേ ബയൺ വുഡ് ക്വാളിഫൈ വിതൗട്ട് ഹിം ആൻഡ് ഇന്റർ മയാമി വുഡൻ ക്വാളിഫൈ വിതൗട്ട് മെസ്സി. അതാണ് വ്യത്യാസം. ഒലീസ ഇല്ലെങ്കിലും ബയൺ ക്വാളിഫൈ ചെയ്യും. പക്ഷേ മെസ്സി ഇല്ലെങ്കിൽ ഇന്റർ മയാമി ഒരിക്കലും ക്വാളിഫൈ ചെയ്യില്ല. അതുകൊണ്ട് ഈ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പ്ലെയർ അത് ലിയോ മെസ്സി തന്നെയാണ് എന്ന് ആഴ്സൺ വെങ്കർ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.